ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ 2 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്ന സ്ട്രൈക്കർ ആയിരുന്നു ദിമിത്രിയോസ് ഡയമൻഡക്കോസ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ സീസണിൽ അദ്ദേഹം ISL 10 ഗോളുകൾ നേടി, രണ്ടാമത്തെ സീസണിൽ 13 ഗോളുകൾ നേടിക്കൊണ്ട് ഗോൾഡൻ ബൂട്ട് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറയുകയായിരുന്നു. ഏതായാലും കൊച്ചിയിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് തൻ്റെ പുതിയ അഭിമുഖത്തിൽ ദിമി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ അത്രയും ആരാധകരെ താൻ പ്രതീക്ഷിച്ചിരുന്നില്ല, അതൊരു അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് ദിമി പറഞ്ഞിട്ടുള്ളത്. മഞ്ഞപ്പടയെ അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട്, ആരാധകരെ പ്രശംസിച്ചിട്ടുണ്ട്, അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ദിമിയുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കൊച്ചിയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതേക്കുറിച്ച് സംസാരിക്കാമോ എന്നായിരുന്നു ചോദ്യം. ദിമി അതിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: അത് വളരെ മനോഹരമായിരുന്നു. ഞാൻ ആദ്യമായി ഇന്ത്യയിൽ എത്തുന്ന ഒരു സമയമായിരുന്നുവല്ലോ അത്. സ്റ്റേഡിയം ഫുള്ളായിരുന്നു, ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയധികം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മഞ്ഞപ്പട അമേസിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും കൊച്ചിയിൽ ഒരു ഡെർബിക്ക് സമാനമായിരുന്നു. കാരണം ഒരു ഡെർബി മത്സരത്തിൽ ഉണ്ടാകുന്ന ആരാധകരായിരുന്നു ഓരോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരത്തിനും ഉണ്ടായിരുന്നത്. എല്ലാ സമയത്തും മഞ്ഞപ്പട അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ദിമി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവരെ മിസ് ചെയ്യുന്നുണ്ടോ, അഥവാ മഞ്ഞപ്പടയെ അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ദിമിയോട് ചോദിക്കുന്നുണ്ട്. അതെ, മിസ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയും അഥവാ ഈസ്റ്റ് ബംഗാളിലും മികച്ച ആരാധകരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ക്ലബിനെയും കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇവാൻ വുക്കുമനോവിച്ചിനെ കുറിച്ച് നേരത്തെ അദ്ദേഹം സംസാരിച്ചിരുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ദിമിക്ക് ഈസ്റ്റ് ബംഗാളിൽ വേണ്ടത്ര ഇപ്പോൾ തിളങ്ങാൻ കഴിയുന്നില്ല. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.